ആ കൽപ്പനകളുടെ തേജസ് മോശയുടെ മുഖത്ത് നോക്കാതെ വണ്ണം മറ്റുള്ളവർക്ക് ഭയം ഉളവാക്കിയെങ്കിൽ ദൈവത്തിന്റെ ദൈവദാസന്മാര് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതായ ആ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ആ ക്രിസ്തുവിന്റെ ആ ആത്മാവിന്റെ വ്യാപാരത്തിന്റെ ശക്തി എത്രമാത്രം ഭയപ്പെടുന്നതായിരിക്കും, എത്രമാത്രം അന്ധകാര ശക്തിയെ ഇളക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ചത് പ്രാപിക്കാം, ഒരുമിച്ച് നമുക്കത് പ്രാപിക്കാം. ഉത്തമഗീതത്തിൽ പറയുന്നു, ഉത്തമഗീതം പറഞ്ഞു തരിക. നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? ഇതാ നിന്റെ ചെങ്കന്മാരോട് ഞാൻ മുഖാവരണം അണിഞ്ഞവളെ പോലെ നിന്റെ സ്നേഹിതരുടെ ആട്ടിപ്പറ്റുന്നതിനെ എന്തിന് ഇരിക്കണമെന്ന് ഉത്തമഗീതത്തില് തന്റെ പ്രിയനോട് ചോദിക്കുന്ന പ്രിയതമേ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഉത്തമഗീതത്തെ ക്രിസ്തുവും സഭയുമായി നമ്മളൊന്ന് ചിത്രീകരിക്കുമ്പോൾ ഇതാ ഇസഹാക്ക് വരുന്നത് കണ്ടുകൊണ്ട് റെബെക്ക എന്ത് ചെയ്യുന്നറിയാമോ? ഒരു അന്യപുരുഷൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് മുഖപടം ഇടുവാനിടയായിത്തീർന്നു. അതായത് അന്നത്തെ കാലത്ത് അന്യപുരുഷന്മാരുടെ മുമ്പില് മുഖപടം ഇടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പറയട്ടെ, ഇവിടെ അന്യ പുരുഷന്മാരുടെ ഇടയിൽ ഇരിക്കുന്നതായ ഈ ശൂലേമിയെ എന്ത് ചെയ്യുന്നു? തന്റെ പ്രിയൻ വരുന്നതുവരെയും ഈ മുഖപടം ഇടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പറയട്ടെ, ഈ അന്യപുരുഷന്മാരുടെ ഇടയിൽ ഇരിക്കുന്ന, അതായത് ഈ ലോകത്തിന്റെ നടുവിൽ ഇരിക്കുന്നതായ സഭയാകുന്ന മണവാട്ടി നമ്മുടെ മണവാളനായ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോഴാണ് ഈ മുഖപടം അവൾ മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ പറയട്ടെ, പഴയ നിയമകാലം മുതൽ അണിഞ്ഞിരുന്നതായ ഈ മുഖപടം മാറിയ സമയം ഏതാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ട സമയം. അതേ യേശു ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ, യഥാർത്ഥമായ മണവാളം വെളിപ്പെട്ടപ്പോൾ, യഥാർത്ഥമായ കാന്തം വെളിപ്പെട്ടപ്പോൾ, ഇതാ ആ പഴയ നിയമത്തിന്റെ മൂടുപടം മാറുവാൻ ഇടയായിത്തീർന്നു. പിന്നെയും എന്താണ്? സൂര്യമിക്ക്, അതായത് സഭയാൻ കാന്തക്ക് ഇനി മൂടുവെള്ളത്തിനുള്ളിൽ ഇരിക്കേണ്ട കാര്യമില്ല. പഴയ നിയമത്തിന് മൂടുവെള്ളത്തിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട കാര്യമില്ല. അതിന് വെളിയിൽ വരാൻ സമയമായി. അതേ പുതിയ നിയമം അതാണ് വെളിയിൽ വരാൻ ഇടയായിത്തീർന്നു. അവിടെ മൂടുവെള്ളമെല്ലാം മാറുവാൻ ഇടയായിത്തീർന്നു. പഴയ നിയമം വായിക്കുമ്പോഴുള്ള ഈ മൂടുവെള്ളം ഇരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ വരുമ്പോൾ ഈ മൂടുവെള്ളം മാറുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ യേശു ക്രിസ്തുവിനോട് വസിക്കാനുള്ള ഒരു സമയമാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ മണവാളനോടൊപ്പം വസിക്കുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. പറയട്ടെ, മൂടുപടം നീങ്ങി അക്ഷരത്തിൻ്റെതായ ശുശ്രൂഷകൾ മാറി. ഇതാ അഭിഷേകത്തിന്റെ തേജസ്സിന് ശുശ്രൂഷ വരുന്നു. ആദ്യം വായിച്ച ആ ഭാഗത്തിന്റെ അവസാന ഭാഗം വായിക്കാം. ആ അധ്യായത്തിന്റെ അവസാന ഭാഗം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നോക്കണമേ, നമുക്ക് പദവി അദ്ദേഹം നൽകി വെച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിന് കഴിയുന്നുണ്ടോ? എനിക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്ക് കഴിയുന്നുണ്ടോ? ഇതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവദാസൻ പറഞ്ഞതുപോലെ ജാഗരിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ നമുക്ക് കണ്ണീരൊഴുക്കിയെങ്കിൽ മാത്രമേ ഈ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് ദിവസം ചുറ്റുപാട് നോക്കുമ്പോൾ, വിശ്വാസ സമൂഹത്തിൽ നോക്കുമ്പോൾ എല്ലാ പുഴുക്കുത്തമേടെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പ് ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, അനന്തിനും പരമാർത്ഥികളും ആയി നടന്ന് നിഷ്കളങ്ക മക്കളായി നടന്ന് എന്ത് ചെയ്യണം? എല്ലാം പെരുവെറുപ്പും വാദവും കൂടാതെ ചെയ്യണം. എന്നിട്ട്
അവരുടെ നടുവിൽ, അതായത് വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. തേജസ് ധരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് അറിയാമോ? അത് നമ്മളിപ്പോ കരുക്കട്ട പോലെ എല്ലാ പ്രഭയും നഷ്ടപ്പെട്ടവരായി അത് ഇരിക്കുന്നൊരു വിശ്വാസം പോലും നമുക്ക് കാണുവാൻ സാധിക്കും. ചില എന്ത് ചെയ്യുന്നു? ഈ പ്രകാശം നഷ്ടപ്പെട്ടിട്ട് എന്നേക്കും ഇരുട്ട് സൂക്ഷിക്കുന്നതായ എന്താണ് യൂദാന്റെ ലേഖനത്തിൽ പറയുന്നതായ തമോ ഗർത്തങ്ങളായി, അതായത് ഇരുട്ട് സൂക്ഷിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളായി അനേകം പേര് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പറയട്ടെ, അത് ലോകത്തിന്റെ ജ്യോതിസുകളായി ശോഭിക്കുവാൻ വേണ്ടി ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ലോകത്തിന്റെ ജ്യോതിസുകളായി ശോഭിക്കുന്നത്? ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒന്നുകൂടെ വിശദീകരമാക്കി പറയുന്നു. അനേകം പേരെ നീതിയിലേക്ക് തിരിക്കുന്നവർ എന്തായിത്തീരും? നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരും. നോക്കണമേ, അനേകം പേരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ അനേകം പേരെ നീതിയിലേക്ക് തിരിക്കുന്നവർ എന്നേക്കും നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളായി ശോഭിക്കാനുള്ള ഒരു അവസരം ദൈവം നൽകിയിരിക്കുക. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും ഈ നക്ഷത്രം ഉള്ളിടത്ത് ദൈവദൂത വാസമുണ്ട്. അത് നമുക്കറിയാം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുമ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇടുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ പറയട്ടെ, നാം ആകുന്ന ഈ ലോകത്തിലെ നക്ഷത്രങ്ങളെ പറയട്ടെ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചാനന്ദിക്കും. അങ്ങനെയെങ്കിൽ ഒരു ഭാവി ഒരിടത്ത് രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്താകുമ്പോൾ സ്വർഗം മാത്രമല്ല, സഭയും സന്തോഷിക്കും, ദൈവമക്കളെ സന്തോഷിക്കും. ഇതാ നോക്കണമേ, വലിയൊരു അടിസ്ഥാനം ദൈവം ഇടുകയാണ്. ഇതുവരെ ഇല്ലാത്തൊരു അടിസ്ഥാനം എന്താണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുമ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. വലിയൊരു പ്രവൃത്തി ദൈവം അവിടെ ചെയ്തു. വലിയൊരു പ്രവൃത്തി ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ എന്താണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചാനന്ദിക്കാൻ തുടങ്ങി. ഈ പ്രഭാത നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രഭാത നക്ഷത്രങ്ങൾക്ക് എന്താ വായുണ്ടോ? അതല്ല. എന്താണോ? പണ്ട് അനാദികാലത്ത് ഭൂമിയില് ദൈവത്തിന്റെ ദൂതവൃന്ദങ്ങൾക്ക് താമസിക്കുവാൻ, അല്ലെങ്കിൽ ദൂതവൃന്ദങ്ങൾക്ക് ആവാസം ഉറപ്പിക്കുവാൻ നക്ഷത്രങ്ങളും ഗൃഹങ്ങളും ദൈവം നൽകിയെന്ന് നമ്മള് വേദശാസ്ത്രജ്ഞർ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിന് ഉപരിതലമായ ഒരു വാക്യമുണ്ട്. സീസറയുമായി യുദ്ധം ചെയ്തപ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ സീസറയുമായി യുദ്ധം ചെയ്തപ്പോൾ പറയുന്നു, നക്ഷത്രങ്ങൾ സ്വഗതികളിൽ പൊരുതു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വഗതികളിൽ നക്ഷത്രങ്ങൾ പൊരുതണമെങ്കിൽ നക്ഷത്രങ്ങൾക്ക് എന്താ വാളും പരിചയമുണ്ടോ? നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊരുതാൻ പറ്റുന്നത്? അങ്ങനെയെങ്കിൽ പറയട്ടെ, ഈ നക്ഷത്രങ്ങളിൽ എന്തുണ്ട്? ദൂതവാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നക്ഷത്രങ്ങളിൽ ദൂതവാസം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നക്ഷത്രങ്ങളല്ല പൊരുതത്, പിന്നെ നക്ഷത്രങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഈ സീസറയ്ക്ക് എതിരെ പൊരുതുവാനിടയായി തീർന്നു. പറയട്ടെ, ഈ നക്ഷത്രങ്ങളിൽ വാസമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളാകുന്ന ലോകത്തിന്റെ നക്ഷത്രങ്ങളിൽ ദൈവത്തിന്റെ വാസം വെളിപ്പെടുകയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട് അങ്ങനെയെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പറയട്ടെ, പകൽ സൂര്യനില്ല, ചന്ദ്രനില്ല. അങ്ങനെയുള്ള ലോകത്തിലേക്ക് നമ്മളെ ദൈവം തേജസ്സിന്റെ ലോകത്തിലേക്ക് ഇനി വരുമ്പോൾ കൈപിടിച്ച് കൊണ്ടുപോകാൻ പോവുക. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ആ കുഞ്ഞാട് ആ നഗരത്തിൽ എന്തില്ല? സൂര്യനില്ല, ചന്ദ്രനില്ല, കുഞ്ഞാടാണ് അതിന്റെ വെളിച്ചം. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞാടിന്റെ കൂടെ നമ്മളും എന്താ വെളിച്ചങ്ങളായി ശോഭിക്കാൻ പോവുകയാണ്. ശരിയാണെങ്കിൽ നമ്മളൊക്കെ ഒരാളെ ഈ നീതിയിലേക്ക് ഈ കർത്താവിലേക്ക് തിരിക്കുന്നവർ ശോഭിക്കും. രണ്ടുപേരെയാണെങ്കിൽ ഒന്നുകൂടെ അല്പം കൂടെ ഗ്രേഡോടെ ശോഭിക്കും. ഒരു നക്ഷത്രത്തെ നോക്കി മറ്റൊരു നക്ഷത്രം പറയുക, എന്നേക്കാൾ കൂടുതൽ ഈ നക്ഷത്രത്തിന് ശോഭയുണ്ട്. അങ്ങനെ പറയും. മറ്റേ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം പറയും, അതെന്താണെന്ന് അറിയാമോ? ഇവ ഭൂമിയിലായിരുന്നപ്പോൾ ഈ മനുഷ്യൻ അനേകം പേരെ നമ്മുടെ കർത്താവിലേക്ക് നേടുവാനിടയായിരുന്നു. അങ്ങനെയെങ്കിൽ അനേകം പേരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കുമെങ്കിൽ പറയട്ടെ, ഒരു നക്ഷത്രത്തെ നോക്കി പറയുകയാണ്, ഈ നക്ഷത്രത്തിന് എന്നേക്കാൾ വളരെ ശോഭയെന്ന് ഒരു നക്ഷത്രം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആ നക്ഷത്രത്തെക്കാൾ ഉപരിയായി ആ മറ്റേ നക്ഷത്രം എന്ന് തിളങ്ങുന്ന നക്ഷത്രം എന്താണെന്ന് അറിയാമോ? അനേകം പേരെ ഈ യേശുവിലേക്ക് നേടുവാൻ ഇടയായിത്തീർന്നത് കൊണ്ടാണ്. നമ്മള് രാത്രികാലം മനസ്സിലാക്കിക്കോണം. എത്രത്തോളം ആത്മാക്കളെ നേടുന്നു അത്രത്തോളം നമ്മൾ തേജസ്സോടെ ശോഭിക്കാൻ പോവുകയാണ്. എത്രത്തോളം ആത്മാക്കളെ നേടുന്നു, എത്രത്തോളം നീതിയിലേക്ക് തിരിക്കാൻ പോകുന്നു, അത്രത്തോളം നമ്മൾ തേജസ്സിലേക്ക് നയിക്കപ്പെടാൻ പോവുകയാണ്. തേജസ്സിന്റെ ശുശ്രൂഷ, തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ, ക്രിസ്തുവിന്റെ തലയോളം വളരപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദിവസം
ദിവസങ്ങളിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല,